ഇപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് അടുക്കളയിലേക്ക് വലതുകാല് വെച്ചിട്ട് കയറാല്ലേ. ഇതാണ് ഒരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത്. ഈ ഒരു വാതില് നമ്മൾ AC ഹാളിൽ വെക്കണ സമയത്ത് അടുക്കളയിലേക്ക് കിട്ടാണ്ടിരിക്കണം, അതായത് ഇത് വേസ്റ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഒരു ചേഞ്ച്. അവിടുന്ന് നേരെ നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാം. നമുക്ക് ബാൽക്കണി അടുക്കളയോട് ചേർന്നിട്ടാണുള്ളത്. അപ്പം ഇവിടെ എന്താണ് ഒരു ചേഞ്ച് വന്നതെന്ന് വെച്ചാൽ, ഇവിടെ കുറച്ച് സ്റ്റോറേജ് കുറവായിരുന്നു. ഒരു കമ്പ്യൂട്ടർ ടേബിൾ പഴയതായിരുന്നു നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നത് പണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ട് എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റോറേജ് വേണമെന്നുണ്ടായിരുന്നു. പിന്നെ പ്രോപ്പറായിട്ടുള്ളൊരു ഭംഗിയുള്ളൊരു വാഷ് ബേസിൻ ഏരിയ വേണമെന്നുണ്ടായിരുന്നു. അപ്പം അതാണ് ഞാൻ അവിടെ ഒരു ചേഞ്ച് വരുത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പണ്ടത്തെ ചിച്ചുവിൻ്റെ വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഈ ഒരു ഏരിയ ഒക്കെ. ഈ ഒരു കോർണറിലായിരുന്നു ആദ്യം ഒരു വാഷ് ബേസിൻ ഉണ്ടായിരുന്നത്. നമ്മൾ വീട് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10-11 വർഷമായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ബിൽഡർ വെച്ച് തന്നിട്ടുള്ള ഒരു കോർണർ വാഷ് ബേസിനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് ഹാളിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വേണ്ടാന്ന് നമ്മൾ പറഞ്ഞിട്ട് അത്രയും സ്ഥലം വേസ്റ്റ് ചെയ്യാണ്ടിരിക്കാൻ ഇവിടെ കോർണറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം ആരും അത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ആ ഒരു വാഷ് ബേസിൻ. മെയിനായിട്ട് ഇവിടെ കുറച്ച് ചെടികളും മുമ്പ് ചിച്ചും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് വാഷ് ബേസിൻ യൂസ് ചെയ്യില്ല. മിക്കവാറും എല്ലാവരും ബാത്റൂമിലെ വാഷ് ബേസിൻ അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യാറ്. കുട്ടികളാണെങ്കിൽ സിങ്ക് യൂസ് ചെയ്യും. അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു പ്രോപ്പർ വാഷ് ബേസിൻ ഏരിയ വേണം എന്നുള്ളത്. അങ്ങനെയാണ് നമ്മളിവിടെ ഗ്രാനൈറ്റ് ഇട്ടിട്ട് പ്രോപ്പർ സ്റ്റോറേജോട് കൂടിയിട്ട് വിത്ത് കണ്ണാടി ഒക്കെ ആയിട്ട് എനിക്കൊരു ഏരിയ വേണമെന്ന് തോന്നിയത്. പിന്നെ എനിക്ക് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ചെടി വെക്കാൻ ഒരു സ്ഥലം വേണമെന്നും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞപ്പോൾ അതേപോലെ തന്നെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ചെടികളൊന്നും നോക്കണ്ട, ഇതൊക്കെ തെച്ചി, തുളസി, ഇതൊക്കെ പുറത്ത് വെക്കേണ്ട ചെടികളായിരുന്നു. അപ്പം അത് നല്ല സമ്മറായിരുന്നപ്പോൾ ഉള്ളിലെടുത്ത് വെച്ചതാണ്. പിന്നെ അത് പുറത്തേക്ക് ഇതുവരെ പോയിട്ടില്ല. അത് കുറച്ചൊക്കെ ഇങ്ങനെ നാശമായി തുടങ്ങി. കാരണം വെയിൽ വേണ്ട ചെടികൾ വെയിലത്ത് തന്നെ നിർത്തണമല്ലോ. ഇതിങ്ങനെ ഞാൻ ഇടയ്ക്ക് തുറന്നിടും ആ ഒരു റൈറ്റ് സൈഡിലുള്ള ഒരു ഇത്. പിന്നെ എനിക്ക് സ്റ്റോറേജ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതുപോലെ എനിക്ക് കുറച്ച് ഗാർബേജ് ബാഗുകൾ, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചു വെക്കുമല്ലോ കുറച്ച് ടൂൾസ് ഐറ്റംസ്, ഇതുപോലെ സ്ക്രൂ ഡ്രൈവേഴ്സ്, പിന്നെ അങ്ങനത്തെ സ്ക്രൂകൾ ഒക്കെ എപ്പോഴും ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ നമ്മൾ എക്സ്ട്രാ കുറച്ച് സാധനങ്ങൾ സ്പോഞ്ച് പോലുള്ളതൊക്കെ വാങ്ങിച്ചു വെക്കുമല്ലോ, അതൊക്കെ സ്റ്റോർ ചെയ്യാൻ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഓൾഡ് ന്യൂസ് പേപ്പേഴ്സും പിന്നെ പൈപ്പുകൾ, അങ്ങനെ നമുക്ക് അങ്ങനെ പുറത്ത് ഇങ്ങനെ കാണുന്ന രീതിയിൽ ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങൾ, എന്നാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ആവും വേണം, അങ്ങനെ ഒരു സ്റ്റോറേജാണ്. അപ്പോൾ ഇവിടെ കുറേ സ്ഥലം ബാക്കിയുണ്ട്. ഞാനിങ്ങനെ ജസ്റ്റ് കുറച്ച് സാധനങ്ങൾ അവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്തു എന്നുള്ളൂ. അപ്പം അതാണ് ഈ ഒരു ഏരിയ വിത്ത് കണ്ണാടി ഉണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ തുണി തോരയിടുന്ന ആ ഒരു ഹുക്കാണ് അവിടെ കാണുന്നത്. പിന്നെ നേരെ ഓപ്പോസിറ്റാണ് നമ്മളുടെ വാഷിംഗ് മെഷീൻ വന്നിരിക്കണേ. വാഷിംഗ് മെഷീൻ നമ്മൾ ഫ്രണ്ട് ലോഡ് ആയതുകൊണ്ട് മുകളിലും കുറച്ച് സ്റ്റോറേജ് വേണമെങ്കിൽ ചെയ്യായിരുന്നു. അത് ഞാൻ പിന്നീട് മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ഏരിയ. റൈറ്റ് സൈഡിൽ ഒരു കോർണർ സ്റ്റാൻഡ് വെച്ചിട്ട് നമ്മൾ കുറച്ച് ചെടികൾ, എനിക്ക് ആ ഒരു ഇൻഡോർ പ്ലാന്റുകൾ, ഇത് കുറേ കാലമായിട്ട് മുമ്പ് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ നാശാവാണ്ട് ഇങ്ങനെ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ഞാൻ നനയ്ക്കുള്ളൂ. അതുകൊണ്ടാണ് തോന്നുന്നു നല്ല രീതിയിൽ നിൽക്കണേ. പിന്നെ ആ ഒരു ഡയറക്റ്റ് ലൈറ്റും കിട്ടില്ല, എന്നാൽ പാർഷ്യലി ലൈറ്റ് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഇവരൊക്കെ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. റീപ്പോർട്ട് ചെയ്യാനോ ഒന്നും സമയമൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ ഈ ഒരു ബാൽക്കണി ആണല്ലോ നമുക്ക് എല്ലാ കാര്യങ്ങളും. ഇപ്പം മണ്ണ് കുഴയ്ക്കാനാണെങ്കിൽ ഈ ഒരു ബാൽക്കണി മാത്രമേ ഉള്ളൂ. ഞാനിവിടെ നിലത്തൊക്കെ ഇരുന്നിട്ട് പേപ്പർ വിരിച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്യാറ്. ഈ ഒരു 2 പേർക്ക് കഷ്ടി നിൽക്കാം, അത്രേ ഉള്ളൂ നമ്മുടെ ബാൽക്കണി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാലും അതൊരു കുറച്ചും കൂടി ഭംഗിയാക്കണം. സ്റ്റാൻഡൊക്കെ വാങ്ങിച്ച് വെച്ച് കുറച്ചും കൂടി ചെടിയൊക്കെ വാങ്ങിച്ച് ഇൻഡോർ പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് നന്നാക്കണം. എന്നിട്ട് അവിടെ നിന്ന് നമ്മുടെ കിച്ചണിലേക്ക് ഇങ്ങനെ കയറുക. അപ്പോൾ ഈ ബാൽക്കണി പറഞ്ഞ പോലെ തന്നെയാണ് ഈ വീടുകളിൽ ഏറ്റവും ചെറിയൊരു ഏരിയ കിച്ചൺ തന്നെയാണ്. ഇപ്പോൾ ഫ്ലാറ്റുകൾ നോക്കുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ ഫ്ലാറ്റാണ് ഞങ്ങളുടെ ഒരു 2 BHK ചെറിയ ഫ്ലാറ്റാണല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു കുഞ്ഞു കിച്ചൺ തന്നെയാണ്. പിന്നെ ഞാനങ്ങനെ വലിയൊരു കുക്കറൊന്നുമല്ല. കുക്കർ പറഞ്ഞ ഷെഫോ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളൊന്നുമല്ല. ഇങ്ങനെ നിവർത്തിയില്ലാത്തതുകൊണ്ട് കുക്ക് ചെയ്യണോ, അത്രേ ഉള്ളൂ. കേൾക്കണവർക്ക് ചിലപ്പോൾ ഇഷ്ടാവില്ല. എന്നാലും ഞാനങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്പെരിമെന്റ്സ് നടത്തി കുക്കിംഗ് ചെയ്യണ ആളൊന്നുമല്ല. ചെയ്യണ കുക്കിംഗ് നമുക്ക് കുറച്ചൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കണു, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ആ ഒരു വീഡിയോസാണ് ഞാൻ ഷോർട്സ് ഒക്കെ ആയിട്ട് ഇടാറ്. അങ്ങനെ അത് കാണുമ്പോൾ ഞാൻ ഭയങ്കര കുക്കിംഗ് ആളാണെന്നൊന്നും വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ കുക്കിംഗ് ജസ്റ്റ് ചെയ്യണ ഒരാൾ, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് എനിക്ക് സ്റ്റോറേജ് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഷെൽഫ് പുതിയതായിട്ട്, ഈ ഒരു ഭാഗം ഫുള്ള് പുതിയതായിട്ട് പണിഞ്ഞതാണ്. അപ്പോൾ അവിടെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു മൈക്രോവേവ് താഴെ വെക്കണം എന്നുണ്ടായിരുന്നു. എല്ലാവർക്കും
എത്തണ രീതിയിൽ. മറ്റേത് ആ ഓപ്പോസിറ്റ് ഒരു സ്ഥലത്തായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. കുട്ടികൾക്ക് അത് എത്താനൊക്കെ കുറച്ച് പാടായിരുന്നു. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ചൂടാക്കണമെങ്കിലോ വെള്ളം ഒന്ന് ചൂടാക്കി കുടിക്കണമെങ്കിലോ ഒക്കെ സൗകര്യത്തിന് കെറ്റിലും മിക്സി പിന്നെ അല്ലെങ്കിൽ ഈ സൈഡിലായിരുന്നു വേറൊരു ടേബിൾ വെച്ചിട്ട്. അപ്പോൾ അതിന് ഒരു സൗകര്യം. പിന്നെ മൈക്രോവേവ് ഇവിടെ വെച്ചു. പിന്നെ നമുക്ക് അത്യാവശ്യമുള്ള ഈ ഒരു മൈക്രോവേവിൻ്റെ പാത്രങ്ങളും ചെറിയ ചെറിയ നിക് നാക്ക് ഐറ്റംസ് ഒക്കെ വെക്കാൻ ഒരു ഷെൽഫ്, മീൻസ് ഡ്രോയർ. പിന്നെയുള്ള 2 ഡ്രോയേഴ്സ് ഫുള്ള് പാത്രങ്ങളാണ്. പാത്രങ്ങൾ പറഞ്ഞാൽ നമ്മൾ ഡെയിലി യൂസിനുള്ള കുക്കർ അങ്ങനെയുള്ളത്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം എനിക്ക് ആകെയുള്ള പാത്രം എന്ന് പറയുന്നത് ഈ ഒരു 2 ഡ്രോയിൽ ഒതുങ്ങും. അത്രയാണ് എൻ്റെ കുക്കിങ്ങിൻ്റെ ഒരു മഹിമ എന്ന് പറയുന്നത്. ഞാനങ്ങനെ ഷോപ്പിങ്ങിന് പോയ ഡ്രസ്സ് വാങ്ങും, ചെരുപ്പ് വാങ്ങിക്കും, ബാഗൊക്കെ വാങ്ങിക്കും, പക്ഷെ പാത്രങ്ങൾ വാങ്ങിയില്ല. അങ്ങനെ വല്ലപ്പോഴൊക്കെ ഞാൻ വല്ലാതെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ പാത്രങ്ങളൊക്കെ വാങ്ങാറുള്ളൂ. പിന്നെ ഏതെങ്കിലും ഇങ്ങനെ വാങ്ങുകയാണെങ്കിൽ തന്നെ ഞാൻ ഉള്ള 2 കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ടൊക്കെ വാങ്ങുള്ളൂ. പിന്നെ പാത്രങ്ങൾ കളക്ട് ചെയ്യണ ഒരു പരിപാടി എനിക്കില്ല കേട്ടോ. ക്രോക്കറി അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇനി തൊട്ട് എനിക്ക് കുറച്ചൊക്കെ ഭംഗിയുള്ള ഐറ്റംസ് വാങ്ങണമെന്നുണ്ട്. അപ്പം ഇത് ഈ ഒരു പാൻട്രി യൂണിറ്റ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, മോഡുലാർ കിച്ചണൊന്നല്ല ഇത്, സാധാരണ ഒരു കിച്ചണാണ്. അപ്പം അതും എനിക്ക് നല്ല സൗകര്യമാണ്. ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്, ഒരു ഷോപ്പിംഗ് വീഡിയോയോട് ചേർന്നിട്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഇത് പഴയത് തന്നെയാണ് ഒന്നും. പക്ഷെ എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ, ഞാൻ റൈറ്റ് സൈഡിൽ ഈ ഒരു പുതിയതായിട്ട് പണിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഡ്രോബാക്ക് തോന്നിയത്, ഇവിടെ ഒന്നും ചെയ്യണില്ലല്ലോ നമ്മൾ. അപ്പം അതുകൊണ്ട് ഈ ഒരു കളർ തീം തന്നെ എനിക്ക് അവിടെയും ഫോളോ ചെയ്യേണ്ടി വന്നു. അപ്പം എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു വേറൊരു കളറിലേക്ക് മാറ്റണം എന്നൊക്കെ. അതായത് ഒരു ഗ്രീന്, എൻ്റെ ആ ഒരു വാൾ ഉണ്ടല്ലോ ലിവിങ് റൂം, അതിൻ്റെ ആ ഒരു കളർ ഷെയ്ഡിലേക്ക് മാറ്റണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു രണ്ടും വേറെ വേറെ ആവണതും എനിക്കിഷ്ടമില്ല, ഒരേ കളർ തീം ആയിരിക്കണം. അപ്പം അതുകൊണ്ട് പിന്നെ ഇത് പഴയതായതുകൊണ്ട് ഈ ഒരു കളർ തീം തന്നെ ആ സൈഡിലും ഫോളോ ചെയ്യേണ്ടി വന്നു. അപ്പം അവരും പറഞ്ഞു കേട്ടോ, കിച്ചണിൽ ഡാർക്ക് കളർ ആകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അഴുക്കായാലും അറിയില്ല എന്ന്. അപ്പം അത് എനിക്ക് കുറച്ചൊരു സമാധാനം കിട്ടി. പിന്നെ ഞാൻ അന്നത്തെ ഞാൻ പറഞ്ഞ വീഡിയോയിൽ വാങ്ങിച്ചിട്ടുള്ള ഒരു ഷെൽഫ്, ഇത് വളരെ യൂസ്ഫുള്ളാണ്. സവാള, ഉരുളക്കിഴങ്ങ്, ഉള്ളി, വെളുത്തുള്ളിയൊക്കെ വെക്കാൻ. പിന്നെ ഗ്ലാസ്സുകൾക്കും പ്ലേറ്റുകൾക്കും ഒക്കെ ഞാൻ ഇതുപോലെ വയേർഡ് ഷെൽഫ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇതുപോലത്തെ 4 പ്ലേറ്റ് അല്ലേ ഉള്ളൂ, അപ്പോൾ അതൊരു 4 പ്ലേറ്റ് ഇങ്ങനെ. പിന്നെ അതുപോലെ തന്നെ ജനാലയുടെ ആ ഒരു ഗ്രില്ലൊക്കെ മാക്സിമം ഹുക്ക് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു കുഞ്ഞ് കിച്ചൺ മേക്ക് ഓവർ അല്ലെങ്കിൽ റെനോവേഷൻ എന്ന് പറയുന്നത്. പിന്നെ മേജറായിട്ടുള്ളൊരു ചേഞ്ച് ഫ്രിഡ്ജ് ഉള്ളിലേക്ക് പോയി എന്നുള്ളതാണ്. ഫ്രിഡ്ജ് ഞാൻ പണ്ട് ഉള്ളിൽ ഇട്ടിട്ടുണ്ട്, അപ്പം അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം ഞാനത് പറഞ്ഞിട്ട് ഒരു ഏകദേശം ഒരു മിഡിൽ സൈഡിലേക്ക് ഇട്ടു. ഇപ്പം എനിക്ക് കറക്റ്റാണ്. അപ്പം അത് ഗ്യാസിനോട് ചേർന്നിട്ടും വരില്ല. മുമ്പ് ഗ്യാസിൻ്റെ അടുത്തായിട്ട് വരുമ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അപ്പം ഇതാണ് നമ്മളുടെ ബാൽക്കണി ആൻഡ് കിച്ചൺ ഒരു റെനോവേഷൻ കഴിഞ്ഞിട്ടുള്ളൊരു ലുക്ക്. പിന്നെ അടുത്തതായിട്ട് വന്നതെന്ന് പറയുന്നത് മേജർ ചേഞ്ച്, നമ്മൾ വാട്ടർ പ്യൂരിഫയർ ഒരു 14 വർഷമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഞങ്ങൾ പണ്ട് ഒരു വീട് ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 1 BHK. അപ്പോൾ ആ വീട്ടിൽ അപ്പം തൊട്ടേ ഉള്ളതാണ്. ഇപ്പം നിത്തുവിൻ്റെ പ്രായമാണ് ഞാൻ പറഞ്ഞത്. നിത്തു ജനിച്ച സമയത്ത് വാങ്ങിച്ചിട്ടുള്ള പ്യൂരിഫയറാണ്. അത് ഇപ്രാവശ്യം നമ്മൾ മാറ്റി. ഇപ്രാവശ്യം നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് അർബൻ കമ്പനി എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. അർബൻ കമ്പനി എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ചെന്നൈയിൽ നമ്മൾ എല്ലാവിധ എന്തെങ്കിലും റിപ്പയർ അല്ലെങ്കിൽ കാർപ്പൻ്ററിന് ആവശ്യമുണ്ടെങ്കിലോ ആണി തറയ്ക്കണമെങ്കിലോ ബാത്റൂം ക്ലീനിങ് അല്ലെങ്കിൽ എല്ലാത്തിനും ഓൾ ഇൻ വൺ ഒരു സംഭവമാണ് ഈ അർബൻ കമ്പനി ആപ്പ്. അത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് പരിചയത്തിലുള്ള കാർപ്പൻറ്റേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ പരിചയക്കാർ ഇലക്ട്രീഷ്യൻ ഉണ്ടാവും. അങ്ങനെയൊക്കെ നമ്മൾ അവരുടെ നമ്പർ വാങ്ങിച്ചു വെച്ചിട്ടാണല്ലോ. അപ്പോൾ ഈ അർബൻ കമ്പനി ആകുമ്പോൾ നമുക്ക് അങ്ങനെയില്ല. നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ലോട്ട് ഉണ്ട്. ആ സ്ലോട്ടിൽ വന്നിട്ട് നമുക്ക് ഈവൻ ഒരു ആണി തറയ്ക്കാനോ ഷെൽഫ് ഫിറ്റ് ചെയ്യാനോ വരെ അവർ എല്ലാ ഒരു സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ ആ ഒരു അർബൻ കമ്പനിയുടെ ഒരു ബ്രാൻഡാണ് ഈ ഒരു വാട്ടർ പ്യൂരിഫയർ. ഇത് ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് M2 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ്. മീൻസ് ആ മോഡൽ നമ്പറാണ് M2. അപ്പോൾ ഇത് ഈ 3 കാണുന്ന പോലെ തന്നെ ടച്ച് ഓപ്പറേഷനാണ്. അപ്പോൾ നമുക്ക് ഇത് താഴെ ഉള്ളതാണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് വെള്ളം എടുക്കാൻ. ഇപ്പം ഇത് ഫിഷ് ടാങ്കിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ വെള്ളം എടുക്കുന്നത്. അതേപോലെ ടംബ്ലർ വേറെ ഉണ്ട്, ബോട്ടിൽ വേറെ ഉണ്ട്. അപ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഇതുമുണ്ട്, ഫിൽറ്ററും ഉണ്ട് പുറത്ത്. അപ്പോൾ മറ്റേതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഒതുക്കമുണ്ട്. പിന്നെ വെള്ളം നമുക്ക് RO+ UV ആണ് ഓട്ടോമാറ്റിക്കലി. ഇവിടെ ചെന്നൈയിൽ ബോർ വാട്ടർ ആയതുകൊണ്ട് നമുക്ക് RO നിർബന്ധമാണ്. ROയും ഉണ്ട്, UVയും ചേർന്നിട്ടുള്ളതാണ്. പിന്നെ മെയിനായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ്, നമുക്ക് ഇത് വൈഫൈയിൽ നമുക്ക് മൊബൈലുമായിട്ട് കണക്ട് ചെയ്യാം.
അതേപോലെ ഇപ്പോൾ ഒരു ബോട്ടിൽ ഓട്ടോമാറ്റിക് ഫില്ലിംഗ് ആണ്. നമ്മൾ ബോട്ടിലിൻ്റെ ആ ഒരു സിഗ്നൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ബോട്ടിൽ നിറഞ്ഞ ഉടനെ ഓഫ് ആവും. പക്ഷെ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് അളവ് നമ്മൾ ആപ്പിൽ കൊടുക്കണം എന്ന് മാത്രം. ഇപ്പോൾ ബോട്ടിൽ എത്ര ലിറ്ററാണ്, 1/2 ലിറ്റർ ആണോ 1 ലിറ്റർ ആണോ നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ അതുപോലെ ടംബ്ലറും അങ്ങനെ തന്നെ എത്ര ml ആണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം. ഇത് ഈ അർബൻ കമ്പനിയുടെ തന്നെ ഒരു ആപ്പാണിത്. ആ ഒരു ആപ്പിൽ തന്നെ നമുക്കിത് ആഡ് ചെയ്യാം. നമ്മൾ ആ വാട്ടർ പ്യൂരിഫയറിനെ കുറിച്ചിട്ട് A to Z കാര്യങ്ങൾ നമുക്കതിൽ കാണാം. എത്ര വെള്ളം സ്റ്റോർ ആവും, ആ വെള്ളത്തിൻ്റെ ഫിൽറ്ററിൻ്റെ ക്വാളിറ്റി, എപ്പോൾ അത് മാറ്റണം, എപ്പോഴാണ് സർവീസ് ചെയ്യേണ്ടത്, എല്ലാം അവർ തന്നെ നമുക്ക് പറഞ്ഞുതരും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എല്ലാം റെഡി ആണോ, ഏതെങ്കിലും ഒരു കാര്യം പ്രവർത്തിക്കണില്ലെങ്കിലും നമുക്ക് ഇതിൽ കാണാം. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് അതിനനുസരിച്ച് റിപ്പയറോ അല്ലെങ്കിൽ ഇതിന് വാറൻറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. AMC ഒക്കെ ഉണ്ട്. അപ്പോൾ 2 വർഷത്തിലൊരിക്കലൊക്കെയാണെന്ന് തോന്നുന്നു വരണേ. ഇതിന് മെയിനായിട്ടുള്ള ഡീറ്റെയിൽസ് എനിക്കറിയില്ല. ഹസ്ബൻഡാണ് ഇതിൻ്റെ എല്ലാം റിസർച്ച് ചെയ്ത് 1-2 മാസമൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഇത് മതിയെന്ന് തീരുമാനിക്കാൻ കാരണം. അപ്പം അങ്ങനെ നമ്മൾ ഇതൊക്കെ എല്ലാം 8 ലിറ്റേഴ്സാണ് ഇപ്പോഴത്തെ കപ്പാസിറ്റി. നമുക്ക് ഈ ടംബ്ലറിൻ്റെ കപ്പാസിറ്റി ഒക്കെ ഇവിടെ നമുക്ക് ഫിക്സ് ചെയ്യാം. ഇപ്പോൾ ടംബ്ലർ എത്ര ml ആണെന്ന് വെച്ചാൽ ഇവിടെ ചെയ്യാം. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം എനിക്ക് പഴയ വാട്ടർ പ്യൂരിഫയറിനെക്കാട്ടി എനിക്ക് കുറച്ചും കൂടി എനിക്ക് സൗകര്യമായിട്ട് എനിക്കിത് തോന്നി. കുറച്ച് കോമ്പാക്റ്റുമാണ് മറ്റേതിനെ വെച്ച് നോക്കുമ്പോൾ. ഇത് ഒതുങ്ങിയിരുന്നോളും. പിന്നെ മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സ്റ്റാൻഡ് വരുന്നതുകൊണ്ട് മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു പാത്രം വെക്കും, അതിൻ്റെ മുകളിൽ ജഗ് വെച്ചിട്ട് ഇത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ട് തീരെ താഴ്ത്തി നമുക്ക് വെക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആ കൗണ്ടർ സ്പേസ് നഷ്ടപ്പെടുകയാണല്ലോ. അപ്പോൾ കുറച്ച് പൊക്കി വെക്കുമ്പോൾ വെള്ളം എടുക്കാൻ ഭയങ്കര പാടായിരുന്നു. ഈ ഒരു സ്റ്റാൻഡ് വരുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് കിട്ടി. ഞാൻ ഈ ജഗ് ഇപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ ആ ജഗ്ഗിൽ നിറയ്ക്കുന്നത് കണ്ടാൽ തന്നെ നമ്മൾ വിചാരിക്കുന്നത് താങ്ങോന്നൊക്കെ ഇങ്ങനെ ആദ്യം എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റാൻഡാണ് ശരിക്കും. അപ്പോൾ താങ്ങോന്നൊക്കെ ആദ്യം പേടിയുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ജഗ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ആ ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അൺലിമിറ്റഡിൽ വെക്കാം. ഇത് ജഗ്ഗിനൊന്നും ഞാൻ കൊടുത്തിട്ടില്ല എത്രയാ ലിറ്റർ എന്നുള്ളത്. ഇത് നമുക്ക് കാണാമല്ലോ, ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നതുകൊണ്ടും പിന്നെ അക്വാഗാർഡിനെ വെച്ച് നോക്കുമ്പോൾ ഇത് വേഗം നിറയുന്നുണ്ട് കേട്ടോ. പൈപ്പിൻ്റെ വാട്ടറിൻ്റെ ഫോഴ്സ് നന്നായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നിറഞ്ഞു കിട്ടുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ചെന്നൈയിലുള്ളവർക്ക് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ജസ്റ്റ് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ മതി. അർബൻ കമ്പനിയുടെ വാട്ടർ പ്യൂരിഫയർ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇപ്പം ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ചെറിയ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ കുഞ്ഞടുക്കള മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മുടെ കുഞ്ഞു അപ്ഡേറ്റ്സും പിന്നെ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വേഗം കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ.